ഇനി ഞാൻ പറയുന്നത് പണം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ ദിവസക്കൂലി ലഭിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ആദ്യം തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സാലറി 1-ാം തീയതി കയറുന്നു, ഒരു 20-ാം തീയതി ആകുമ്പോഴേക്കും അക്കൗണ്ട് 0 ആവുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു സേവിങ്ങും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതശൈലി. ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് സേവിങ്ങും നടക്കും, നിങ്ങളുടെ ആവശ്യങ്ങളും നടക്കും. അത് എങ്ങനെ ചെയ്യാം എന്നതാണ് ഞാൻ ഇനി പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയെ 50-30-20 റൂൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. ഈ 50-30-20 റൂൾ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ 50%, അതായത് 5,000 രൂപ നിങ്ങളുടെ നീഡ്സിനായിട്ട് ഉപയോഗിക്കുക. നീഡ്സ് എന്നത് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ നീഡ്സ്. ഒന്നാമതായിട്ട് നമ്മുടെ റെൻറ്റ്. നമ്മളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ റെൻറ്റ് എന്നത് നമ്മുടെ നീഡ്സാണ്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം, ഭക്ഷണത്തിന് ആവശ്യമായിട്ട് വാങ്ങുന്നത് നീഡ്സാണ്. പിന്നെ നമുക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട്, അത് നീഡ്സാണ്. അടുത്തത് വരുന്നത് ബില്ലുകളാണ്. കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, വേസ്റ്റ് ബില്ല്, ഇൻ്റർനെറ്റ് ബില്ല്, മൊബൈൽ റീചാർജ്, ഇത്രയും കാര്യങ്ങൾ വരുന്നു. ഈ ഒരു 5,000 രൂപ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കുക. അടുത്തതൊരു 30% വാട്സിനായിട്ട് മാറ്റിവെക്കുക. അതായത് 3,000 രൂപ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി വെക്കുക. അതായത് എനിക്കൊരു ട്രിപ്പ് പോകണം, എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം, ഷൂസ് മേടിക്കണം, ഒരു സിനിമയ്ക്ക് പോകണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് മാറ്റിവെക്കുക. ഈ മൊബൈൽ ഫോൺ മേടിക്കണം എന്ന് പറഞ്ഞത് 3,000 രൂപ കൊണ്ട് മൊബൈൽ ഫോൺ മേടിക്കാം എന്നല്ല കേട്ടോ. ഇങ്ങനൊരു 5 മാസം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കത് മേടിക്കാം എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് 20%, അതായത് 2,000 രൂപ. ഇത് നിങ്ങൾ സേവ് ചെയ്യണം. ഇത് സേവ് ചെയ്യാനായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് എടുക്കണം. അതിലേക്കായിരിക്കണം ഈ ഒരു എമൗണ്ട് സേവ് ചെയ്യേണ്ടത്. ഈ 3 കാര്യങ്ങൾക്കും കൂടി നിങ്ങൾക്ക് 3 അക്കൗണ്ടുകൾ എടുക്കാവുന്നതാണ്. സാലറി വരുന്ന അക്കൗണ്ടിൽ നിന്ന് 30% വാട്സിനായിട്ട് മാത്രമുള്ള ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുക. 20% സേവിങ് മാത്രമായിട്ടുള്ള അക്കൗണ്ടിലേക്കും ഇടുക. ഈ സേവിങ് അക്കൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡോ UPI ട്രാൻസാക്ഷനോ ഒന്നും സെറ്റ് ചെയ്യരുത്. പെട്ടെന്ന് ക്യാഷ് എടുക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വരുമാനത്തെ കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്കൊരു മണി മാനേജ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും.